തിരുവനന്തപുരം പാലോട് യുവാവിന്റെ മരണവും കാട്ടാന ആക്രമണത്തിൽ. മടത്തറ സ്വദേശി ബാബു മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ബുധനാഴ്ചയാണ് ബന്ധുവീട്ടിലേക്ക് പോയ ബാബുവിനെ കാണാതാവുന്നത്. 5 ദിവസം പഴക്കമുള്ള മൃതദേഹം ഇന്നലെയാണ് കണ്ടെത്തിയത്. സ്വാന്തന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സ്വാന്തന, എന്താണ് വിശദാംശം? നിഷാദ്, പാലോട് വനത്തിൽ നിന്നും ഇന്നലെ വൈകുന്നേരം കണ്ടെത്തിയ മൃതദേഹം അത് മടത്തറ ശാസ്താനഗർ സ്വദേശിയായ ബാബുവിന്റേതായിരുന്നു. ബാബുവിന്റെ മരണം ഇപ്പോൾ കാട്ടാന ആക്രമണത്തിലാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം തന്നെ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കാട്ടാന ആക്രമിച്ചാണ് ബാബുവിന്റെ മരണം സംഭവിച്ചത് എന്ന തരത്തിലുള്ള ഒരു സംശയം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് ഇപ്പോൾ ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബാബു ജോലിയുമായി ബന്ധപ്പെട്ട സ്വന്തം വീട്ടിൽ നിന്നും മടത്തറയിലുള്ള സ്വന്തം വീട്ടിൽ നിന്നും പാലോടുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷേ സ്വന്തം വീട്ടിലേക്കും അദ്ദേഹം എത്തിയിരുന്നില്ല, ഈ ബന്ധു വീട്ടിലേക്കും എത്തിയിരുന്നില്ല. പിന്നാലെയാണ് അദ്ദേഹം ഇവിടെ പോയി എന്നുള്ള ഒരു തിരച്ചിലും സംശയവും ഒക്കെ ബന്ധുക്കൾക്ക് വന്നത്. ഇദ്ദേഹം സ്ഥിരമായി തന്നെ ഈ പാലോട് വനത്തിനുള്ളിലൂടെയുള്ള വനപാതയിലൂടെയാണ് ബന്ധു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇവരുടെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ ഈ വഴിയിലൂടെയാണ് സ്ഥിരമായി അദ്ദേഹം എത്തിയിരുന്നത്. അങ്ങനെയാണ് ഇനി ഈ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന സംശയത്തിലാണ് ഈ ഒരു വഴിയിൽ ബന്ധുക്കൾ ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഫോറസ്റ്റ് അധികൃതരും മറ്റാരും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവർ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ആദ്യം കണ്ടെത്തിയത്. പിന്നാലെ തന്നെ തൊട്ടടുത്ത് നിന്നും ഇദ്ദേഹത്തിന്റെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു. ഈ വസ്ത്രങ്ങൾ കിട്ടിയ സ്ഥലത്തിന് അടുത്തായിട്ട് ഇദ്ദേഹം ഒരു ആന ചവിട്ടിയ പാടുകൾ ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ ഈ ബന്ധുക്കൾ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിരുന്നു. ഇത്തരത്തിലൊരു മൃതദേഹം അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഈ കാട്ടാന ചവിട്ടി കൊന്നതാണോ എന്നുള്ള സംശയവും ഇവർ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് വനംവകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും ഒക്കെ തന്നെയും ഈ ഒരു പ്രദേശത്തേക്ക് എത്തുവാൻ സാധിച്ചത്. കാരണം ഈ ഒരു ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ തിരുവനന്തപുരത്ത്